എല്ലാവർക്കും നമസ്കാരം. ശുഭരാത്രി. മുഖങ്ങൾ കണ്ടുകൊണ്ട് സംസാരിക്കുന്നതിന്റെ സുഖം സംസാരിച്ചവർക്ക് മനസ്സിലാവും. മുഖം കാണാതെ സംസാരിക്കുന്നത് നമ്മളെ മതിലുകളിൽ ബഷീർ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിനൊരു സുഖമുണ്ട്. എങ്കിലും മുഖം കണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അപ്പോ നമ്മുടെ ടോപ്പിക്ക് എല്ലാവരും ശ്രദ്ധിച്ചു കാണും. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീയും പുരുഷനും രണ്ട് കാലത്താണോ ജീവിക്കുന്നത്? രണ്ട് കാലം. ഈ നമ്മളെവിടെയെങ്കിലും പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഭർത്താവ് വണ്ടിയിൽ കയറിയിരുന്ന് നമ്മൾ ഇത്ര മണിക്ക് അവിടെ എത്തണം, അതുകൊണ്ട് പെട്ടെന്ന് കയറ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ആ സമയത്ത് അടുക്കളയിലെ ഗ്യാസ് ഓഫ് ചെയ്യാൻ, പിന്നെ തുണി ഉണക്കാനിട്ടത് എടുത്തു വെച്ചിട്ടുണ്ടോ നോക്കും, മഴ വന്നാൽ കൊള്ളരുതല്ലോ. അങ്ങനെയുള്ള കുറെ ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോ ഭാര്യ വൈകും. ആദ്യം ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ കുറച്ച് വൈകും, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് വൈകും. അപ്പൊ ഇവൾക്ക് എന്താ സമയബോധമില്ലേ എന്ന് അവരവരുടേതായ രീതിയിൽ ഓരോ ഭർത്താക്കന്മാരും ചോദിക്കാറുണ്ട്. ചില വീടുകളെ തിരിച്ചാട്ടും, ഭാര്യ മുമ്പോട്ടിറങ്ങും, ഭർത്താവ് ഓരോന്നിന്റെയും സെക്യൂരിറ്റി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോ ഇത് ഇവളെപ്പോഴും ഇങ്ങനെയാ എന്ന് പറയാനോ അല്ലെങ്കിൽ ഇയാൾ എപ്പോഴും ഇങ്ങനെയാണെന്ന് പറയാനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ എടുക്കുന്നല്ലാതെ ഇതിന്റെ ഒന്നും പുറകിലെ പ്രകൃതി തത്വങ്ങളെ നമ്മളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അപ്പോ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീയും പുരുഷനും രണ്ട് കാലത്താണോ ജീവിക്കുന്നത് എന്നുള്ള ആ ചോദ്യത്തിന്റെ പുറകിൽ വരുന്ന അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ചിലര് ആ കാലത്തിന്റെ ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ, ഒരു ഒഴുക്ക്, ഒന്നിന് ശേഷം ഒന്നൊന്നിന് ശേഷം ഒന്നൊന്നിന് ശേഷം എന്ന് പറയുന്ന ആ ലീനിയർ ആയിട്ടുള്ള രേഖീയമായിട്ടുള്ള ആ ഒരു ഒഴുക്കിനെ പിൻപറ്റുമ്പോ മറ്റേയാൾ, ഇണകളിൽ മറ്റേയാൾ നേർ എതിർദിശയിൽ ആ രേഖീയമായ ക്രമത്തിനു പകരം അതിനൊരു ചാക്രിക ക്രമത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. അവരെ സംബന്ധിച്ചോളം വീട്ടിലെ ജോലി, രാവിലെ എഴുന്നേൽക്കുക, മുറ്റടിക്കുക, വീട് വൃത്തിയാക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ പോകുന്നതാണ്. അപ്പൊ ഇയാളെ തികച്ചും ഒരു വീട്ടമ്മയാണ്, വീട്ടിന്റെ പുറത്ത് കൊണ്ടുപോകാൻ കൊള്ളുന്നതല്ല എന്ന രീതിയിലുള്ള ആഖ്യാനങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ആധുനിക കാലം നേരെ തിരിച്ചാണല്ലോ. നമ്മൾ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് പറയും. സ്ത്രീയും പുരുഷനും സമന്മാരാണ്, ഒരുപോലെ തന്നെ ചിന്തിക്കുന്ന, ശരീരഘടനയിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങളല്ല, ബാക്കി എല്ലാം ഒരുപോലെയായിരിക്കുന്ന ഒന്നാണെന്നുള്ള രീതിയിലുള്ള സങ്കല്പനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സ്ത്രൈണകാലവും പുരുഷകാലവും എന്നുള്ളതാണ്. പൗരുഷകാലം എന്ന് വേണേൽ പറയാം. പൗരുഷം എന്ന് പറയുമ്പോൾ പരുഷം എന്ന രീതിയിലുള്ള ഒരു ഉപാഖ്യാനം അതിന് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പുരുഷകാലവും എന്നാക്കിയത്. മനസ്സിലാകാൻ വേണ്ടിയാണ് സ്ത്രീകാലവും പുരുഷകാലവും എന്നുള്ള രീതിയിൽ രണ്ട് കാലങ്ങളായിട്ട് നമ്മളിവിടെ പറഞ്ഞത്. ഈ കാലങ്ങളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കാലത്തെ ഇരുവരും അറിഞ്ഞ് കൈകാര്യം ചെയ്യുന്ന രീതിയിലെ മാറ്റം കൊണ്ടാണെന്ന് കൂടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അകമ്പൊരുൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്നുള്ളതാണ്. നമ്മളിവിടെ സംസാരിക്കുന്ന എല്ലാ വിഷയങ്ങളും, പുതിയ ആളുകൾ ഉള്ളതുകൊണ്ട് പറയാണ്, നമ്മളിവിടെ സംസാരിക്കുന്ന എല്ലാ വിഷയങ്ങളും പ്രകൃതി തത്വശാസ്ത്രത്തെ, പ്രകൃതി നിയമങ്ങളെ ആധാരമാക്കിയിട്ടാണ്. ഇക്കോളജിയെ, ഡീപ് ഇക്കോളജിയെ, ഇക്കോ സൈക്കോളജിയെ, ഇക്കോ സ്പിരിച്വാലിറ്റിയെ ആധാരമാക്കിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് എന്നത് കൂടെ എടുത്തു പറയട്ടെ. അതുകൊണ്ട് തന്നെ കൺവെൻഷണൽ ആയിട്ടുള്ള ഷാലോ ഇക്കോളജിയുടെ ഒരു തലത്തിൽ നിന്ന്, കൺസ്യൂമറിസത്തിന്റെ തലത്തിൽ നിന്ന്, മുഖ്യധാരയുടെ ഒരു തലത്തിൽ നിന്ന് ഇതിനെ കേട്ടാൽ ചിലപ്പോൾ വ്യക്തമായിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അംഗീകരിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ ഒന്നുകൂടെ തുറന്നിടണം. നമുക്ക് കൂടുതൽ ഡയമെൻഷൻസിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അതൊരു ഓർമ്മപ്പെടുത്തലായി നിർത്തിക്കൊണ്ട് ബാക്കി പറയാം. അപ്പോ ഈ സ്ത്രൈണകാലം, പുരുഷകാലം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ, രണ്ട് തരം വാക്കുകൾ ഇവിടെ വരുന്നത്. സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന രണ്ടവസ്ഥകൾ വരുന്നുണ്ട്. കാലം എന്നുള്ളൊരു അവസ്ഥയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് കാര്യമില്ല. ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ധാരയിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക്, നമ്മുടെ ക്ലാസ്സുകളിലൂടെ പങ്കെടുത്ത ആളുകൾക്ക് സ്ത്രൈണ പൗരുഷങ്ങളെ കുറിച്ച് അറിയും. കാരണം നമ്മുടെ അത്ര ഈ ശുഭദാമ്പത്യം പോലുള്ള കാര്യങ്ങൾ ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ പുതുതായി വന്നിട്ടുള്ള ആളുകൾക്ക് അത്തരം പദങ്ങൾ അറിയാത്തത് കൊണ്ട് സ്ത്രൈണത, പൗരുഷം എന്നുള്ളതൊന്നും അറിയില്ല എന്നല്ല പറയുന്നത്. നമ്മൾ ഒളിമ്പസ് പറയുന്ന ആഖ്യാനം അറിയില്ല എന്നുള്ളതാണ്. അത് അറിയാത്തത് കൊണ്ട് അവയെക്കുറിച്ചൊന്നുകൂടെ പറയാം.
ഈ സ്ത്രൈണത എന്ന് പറയുന്നത് പ്രകൃതിയുടെ തനത് സ്വഭാവമാണ്. പ്രകൃതി ഉണ്ടാകുന്നു, വളരുന്നു, ഒരു പ്രത്യേക പരിധി എത്തുമ്പോൾ വളർച്ചാപരിധി എന്നുള്ളത് എത്തുമ്പോൾ നിൽക്കുന്നു, അതിനുശേഷം നിർദ്ധാരണം ചെയ്ത് പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്നു. അത് ചാക്രിക പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നു. രാവിലെ എഴുന്നേൽക്കുക, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിന്റെ ഒരു വാർദ്ധക്യത്തിലെത്തുമ്പോൾ പതുക്കെ അത് ഡിസിന്റഗ്രേറ്റ് ചെയ്ത് വന്നത് ഇല്ലാതെയാകുന്നു. ഇതാണ് ഒരു ജൈവികതയുടെ സ്ത്രൈണ പ്രവർത്തനമാണ്, പ്രാകൃതീയ പ്രവർത്തനം, പ്രകൃതി കേന്ദ്രിതമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെയല്ല പോകേണ്ടത് എന്നുള്ള രീതിയിൽ വളരണം, യാത്ര ചെയ്യണം, മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള പ്രക്രിയയാണ് പുരുഷന്റേത്. അതിനെയാണ് പൗരുഷം എന്ന് പറയുക. മറ്റേത് സ്ത്രൈണതയാണ്. പ്രകൃതി എന്ന് പറയുന്നത് സ്ത്രൈണതയാണ്. പുരുഷം എന്ന് പറയുന്നത് പൗരുഷമാണ്. പൗരുഷം എന്ന് പറയുന്നത് നിരന്തരമായി മുൻപോട്ട് പോക്ക് ആഗ്രഹിക്കുന്നത്, വികാസം ആഗ്രഹിക്കുന്ന ഒന്ന്. ഇത് രണ്ടും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളാണ്. സ്ത്രൈണത എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്, പൗരുഷം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്. പ്രതിഭാസം എന്ന് വെച്ചാൽ ഓരോന്നിലും ഭാസം, തെളിഞ്ഞു കാണുന്നത്, ഓരോന്നിലും തെളിഞ്ഞു കാണുന്നതാണ് പ്രതിഭാസം. തെളിഞ്ഞു കാണുന്നത് വെച്ചാൽ ഭൗതികമായ രൂപം എന്നുള്ളതല്ല. നമുക്ക് പ്രത്യക്ഷമായി ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞു വരില്ല, എന്നാൽ അതിന്റെ സ്വഭാവവിശേഷമായി തെളിഞ്ഞു കാണും. അതാണ് പ്രതിഭാസം എന്ന് പറയുന്നത്. തെളിഞ്ഞു കാണാത്തവയുണ്ട് കേട്ടോ, പ്രതിലീനം എന്ന് പറയും. ഓരോന്നിലും ഒളിഞ്ഞിരിക്കുന്നതാണ് അത്. അവയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഒരു സ്വഭാവം അതിനകത്തുണ്ട് എന്നുള്ളത്. അപ്പോ ഈ സ്ത്രൈണ പൗരുഷങ്ങൾ എന്നുള്ളത് ഏതൊരു വ്യവസ്ഥയുടെയും, ഒരു ശരീരം എടുത്താൽ, ഒരു ഉപകരണം എടുത്താൽ, ഒരു സംവിധാനം എടുത്താൽ, ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സംഘടന എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ രണ്ട് സ്വഭാവം ഉണ്ടാവും. ചാക്രിക സ്വഭാവവും രേഖീയ സ്വഭാവവും. ചാക്രിക സ്വഭാവമാണ് ഈ പ്രകൃതിയുടെ സ്വഭാവം. രേഖീയ സ്വഭാവമാണ് പുരുഷ സ്വഭാവം അല്ലെങ്കിൽ പ്രപഞ്ച സ്വഭാവം. പ്രകൃതിയും പുരുഷനും ചേർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. ഏതൊരു വ്യവസ്ഥയും, നിങ്ങളുടെ മുന്നിലുള്ള ഏതൊരു വ്യവസ്ഥ, നിങ്ങളുടെ ശരീരമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതമായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബമായിക്കോട്ടെ, നിങ്ങളുടെ രാഷ്ട്രമായിക്കോട്ടെ, നിങ്ങളുടെ സമൂഹമായിക്കോട്ടെ, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏതൊരു വ്യവസ്ഥയും, നിലനിൽക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു വ്യവസ്ഥയും സ്ത്രൈണ പൗരുഷങ്ങൾ ചേർന്നതാണ്. ഇതിനെ നമ്മൾ പൊതുവെ ഇതിനെ രണ്ടും കൂടെ ചേർത്ത് വിളിക്കുന്ന ഒരു വ്യവസ്ഥയുടെ ലോ ഓഫ് ജെൻഡർ എന്നുള്ളതാണ്. ലിംഗത്വ നിയമം എന്നാണ് പറയുക, ലിംഗത്വം എന്നാണ് പറയുക. അപ്പൊ ഈ ലിംഗത്വം എന്നുള്ളത് ഉപയോഗിച്ച് രണ്ടിനെയും രണ്ടാക്കി നിർത്തി അവ ഒരുമിച്ച് ചേർക്കുന്ന, ഒരുമിച്ച് മേളിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് വ്യവസ്ഥ സമ്പൂർണ്ണമാവുക. ഇപ്പോ വ്യവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സംവിധാനം. നമ്മളൊരു വസ്തു എന്ന് വിളിക്കുന്നത്, പ്രപഞ്ചത്തിൽ വസ്തുക്കളില്ല, വ്യവസ്ഥകൾ മാത്രമേ ഉള്ളൂ എന്നാണ് വ്യവസ്ഥാ നിയമം പറയുന്നത്. ഇവിടെ വ്യവസ്ഥകൾ മാത്രം. നിങ്ങളുടെ ശരീരം ഒരു വ്യവസ്ഥയാണ്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗമില്ലെങ്കിലും വ്യവസ്ഥ പ്രവർത്തിക്കും. പക്ഷെ ശരീരം അതിന്റെ സമ്പൂർണ്ണാവസ്ഥയിലെത്തണമെങ്കിൽ ആ വ്യവസ്ഥയ്ക്ക് എല്ലാ ഘടകങ്ങളും ചേരണം. എല്ലാ ഘടകങ്ങൾക്കും സ്വതന്ത്രമായ അസ്തിത്വമുണ്ട്, സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട്. കൈക്ക് സ്വതന്ത്രമായിട്ട് നിലനിൽപ്പുണ്ട്, കാലിന് സ്വതന്ത്രമായിട്ട് നിലനിൽപ്പുണ്ട്. കൈയുടെയും കാലിന്റെയും അവസ്ഥയിൽ നോക്കുമ്പോൾ സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട്. അങ്ങനെ ഒരു സ്വതന്ത്രമായ നിലനിൽപ്പുണ്ടോ എന്ന് മാറി നിന്ന് നോക്കിയാൽ ഈ കൈ ശരീരത്തിന്റെ ഭാഗമാണ്, ശരീര വ്യവസ്ഥയുടെ ഭാഗമാണ്. കാൽ ശരീര വ്യവസ്ഥയുടെ ഭാഗമാണ്. ഹൃദയം ശരീര വ്യവസ്ഥയുടെ ഭാഗമാണ്. ആ വ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുമ്പോൾ മാത്രമാണ് ഇതിന് എക്സിസ്റ്റൻസ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഒന്ന് മാറി നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ, കൈയായിട്ട് നിൽക്കുന്ന സമയത്ത് കൈക്ക് കൈയുടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. മറ്റുള്ളതെല്ലാം വേറെയാണ്. ഒരു വിരൽ മറ്റൊരു വിരലിനെ നോക്കുന്ന സമയത്ത് അത് വേറെയാണ്. വിരലിന്റെ റൂട്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ വിരലും ഒന്ന് തന്നെയാണ്. അപ്പോ എനിക്ക് പരൻ എന്നുള്ളൊരവസ്ഥയില്ല, വേറൊരാൾ എന്നുള്ളൊരവസ്ഥയില്ല. ഞാൻ പ്രപഞ്ചത്തിൽ എല്ലാം ആയിട്ടും ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഒരു അവസ്ഥ. അപ്പൊ ഒരു കുടുംബം എടുക്കുകയാണ്. കുടുംബം എന്നുള്ള റീപ്രൊഡക്റ്റീവ് കേപ്പബിലിറ്റി ഉള്ള ഒരു വ്യവസ്ഥയാണ്. പ്രത്യുൽപാദന സ്വഭാവമുള്ള, പ്രത്യുൽപാദന ശേഷിയുള്ള ഒരു വ്യവസ്ഥയാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ കുടുംബത്തിന് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവയുടെ പ്രത്യുൽപാദനം എന്നുള്ള പ്രക്രിയയിലേക്ക് എത്തണമെങ്കിൽ സ്ത്രൈണതയും പൗരുഷവും ഒന്നിച്ചു ചേരണം. ആ ഒന്നിച്ചു ചേരുന്ന നിമിഷം, ആ നിമിഷമാണ് നമ്മള് ഇത് കുടുംബം എന്നുള്ളതിന്റെ എന്റെ സമ്പൂർണ്ണ മേളനത്തിലാവുക, അല്ലെ? ഇവരൊരുമിച്ച് ജീവിച്ചു പോകുമ്പോൾ സ്ത്രീയുടെ ഒരു സ്വഭാവം പിശിക്കുന്നതാണെങ്കിൽ ഇഷ്ടം പോലെ ചെലവാക്കുന്ന ഭർത്താവായിരിക്കും ഉണ്ടാവുക. സ്ത്രീക്ക് വല്ലാതെ കടുപ്പം ഉള്ള ദേഷ്യം വരുന്നൊരവസ്ഥയാണെങ്കിൽ എല്ലാത്തിനെയും വളരെ ആഘവത്വത്തോടെ കൂടുന്ന ഒരു സ്വഭാവമായിരിക്കും എതിർലിംഗത്തിലുള്ള ആൾക്ക് ഉണ്ടാവുക.
ഇതുപോലെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കുടുംബത്തിൽ രണ്ടുപേർ ഒരുമിച്ച് ചേരണം എന്ന് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് എന്നെ പോലെ ചിന്തിക്കുന്ന ഒരു ഇണയെ എനിക്ക് കിട്ടണം. എല്ലാവരും ചിന്തിക്കുന്നത് എന്നെ പോലെ ചിന്തിക്കുന്ന ഒരു ഇണയെ കിട്ടുന്നത്, കിട്ടുമ്പോൾ നേരെ തിരിച്ചായിരിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ് എന്നുള്ള ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും ചിലർ ഇപ്പോ പ്രകൃതി ജീവനത്തെ ബന്ധപ്പെട്ട് കാഴ്ചപ്പാടുകൾ സ്വാംശീകരിക്കുന്ന ആളുകൾ ഞങ്ങൾ എന്നെയും പൊന്നെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഒരുപോലെ ചിന്തിക്കുന്ന ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ കൂടെ വന്ന് ജീവിച്ചാൽ മനസ്സിലാവും. ഞാൻ എ എന്ന് പറഞ്ഞ പുള്ളി ബി എന്ന് പറയും. ഞങ്ങൾ തമ്മിൽ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. ഇതിപ്പോ ഇവിടെ വന്ന് നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നോക്കിയാൽ മതി. നിങ്ങൾ പറയുന്നതിന്റെ ഘടകവിരുദ്ധമായിരിക്കും നിങ്ങളുടെ ഇണ പറയുക. ഇത് ഒരു സവിശേഷ മേളനമാണ്. 3 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അത്ര ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. 3 കാര്യങ്ങൾ. 1 ജനനം, 2 മരണം, ഇതിന്റെ ഇടയിലുള്ള ഒരു സാധനമുണ്ട് വിവാഹം എന്ന് പറയുന്നത്. ഈ 3 സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രകൃതിയുടെ നിയമപ്രകാരമാണ് ഇത് സംഭവിക്കുന്നത്, പ്രകൃതിയുടെ ഇച്ഛ പ്രകാരമാണ് സംഭവിക്കുന്നത്, പ്രകൃതിയുടെ ആവശ്യപ്രകാരമാണ് സംഭവിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ നിയന്ത്രണമുണ്ട് അതിനകത്ത്. വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ എത്ര തന്നെ തടവ് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന വിവാഹമല്ല അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം മാത്രമേ സംഭവിക്കുള്ളൂ. നിങ്ങൾ എത്ര തന്നെ ഇച്ഛ ചെയ്തിട്ടും കാര്യമില്ല. ചിലരുടെ ഇച്ഛ സംഭവിച്ചെന്ന് വരും. അതുകൊണ്ട് ഇച്ഛിച്ചാൽ നടക്കുമെന്നുള്ളതല്ല, അതിനങ്ങനെ ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിനനുസരിച്ച് അത് സംഭവിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പശ്ചാത്തലങ്ങളാണ് ഇഷ്ടവും ഇച്ഛയും പ്രണയവും വിവാഹവും പെണ്ണുകാണലും മാരേജും ഒക്കെ എല്ലാം ആ സംഭവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതിലൂടെ എത്തിച്ചെല്ലുന്ന ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു ബാന്ധവം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ, ഉണ്ടായി കഴിയുന്ന സമയത്ത് പ്രണയകാലത്ത് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ആ പ്രണയകാലത്ത്, വിവാഹത്തിന്റെ മധുവിധ കാലത്ത് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല. എല്ലാവരും അയ്യോ ഇതുപോലൊരു സ്വർഗം ലോകത്തിൽ വേറെ ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും. അത് നമുക്ക് വഴിയിൽ പുതുക്കല്യാണം കഴിഞ്ഞ ആളുകൾ ഒരുമിച്ച് നടക്കുന്നത് കണ്ടാണല്ലോ. അന്യോന്യം പൊട്ടിച്ചിരിച്ച് ചിങ്കാരി വാലും വീശി എന്ന് പറഞ്ഞ പി.ഡി. രാജപ്പന്റെ ഒരു പാട്ടുണ്ട്. ആ നടത്തം കണ്ടു കഴിഞ്ഞാൽ കണ്ടു നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് മുഴുവൻ മനസ്സിലാവുന്നത് പുതുക്കല്യാണാണ്, അതിന്റെ ചൂടും ചൂരുമാണ്, കുറച്ചു ദിവസം കഴിയട്ടെ എന്ന് അവർ പറയുകയും ചെയ്യും. പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാവില്ല ഈ സംഭവം എന്താണെന്നുള്ളത്. കുറച്ചു കാലം കഴിയുമ്പോൾ പൊട്ടിത്തെറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? ഈ വിട്ടുമാറലും ചേർന്നു വരലും ഇങ്ങനെ മാറി 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 സംഭവിക്കുന്നത്, ആവർത്തിച്ച് സംഭവിക്കുന്നതിലൂടെയാണ് ഇതിന്റെ ഒരു മേളനം സംഭവിക്കുന്നത്. അങ്ങനെ നിന്നുകൊണ്ട് മാത്രമേ ഒരു വ്യവസ്ഥയ്ക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ വ്യവസ്ഥ നിശ്ചലമാകും. അതുകൊണ്ടാണ് സ്ത്രൈണ പൗരുഷങ്ങൾ എന്നുള്ള സംവിധാനം പ്രകൃതിയിൽ ഉരുവാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. സ്ത്രൈണ പൗരുഷങ്ങളെ പോലെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇപ്പൊ സ്ത്രൈണ പൗരുഷങ്ങൾ എന്ന് പറയുന്നത്, സ്ത്രൈണതയുടെ സ്വഭാവം എന്ന് വെച്ചാൽ ചാക്രികതയാണ്. എല്ലാ കാര്യങ്ങളും ചക്രാവസ്ഥയിൽ ആവർത്തിച്ച് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ സ്ത്രൈണതയുണ്ട്. നമ്മൾ പുരുഷനാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ സ്ത്രൈണതയുണ്ട്. ആ സ്ത്രൈണതയുടെ ഭാവമായിട്ടാണ് നിങ്ങൾ ശ്വസിക്കുന്നത്, ആവർത്തിച്ച് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം നിരന്തരം രക്തത്തെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കോശങ്ങളെല്ലാം നിരന്തരമായിട്ട് മെറ്റാബോളിക് ആക്ടിവിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഡൈജഷൻ പ്രോസസ് കൃത്യമായിട്ട് നടക്കുന്നു. അതിനും ചാക്രികതയുണ്ട്. ഈ ചാക്രികത എന്നുള്ളത് നമ്മുടെ ഉപരിവ്യവസ്ഥയായ ഭൂമിയുടെ ദിനരാത്ര ചക്രങ്ങളുമായിട്ട് ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിരന്തരം ഉപരിവ്യവസ്ഥയുടെ ചക്രങ്ങളുമായിട്ട് ഞാനെന്നുള്ള വ്യവസ്ഥയും എന്റെ ചക്രത്തിനനുസരിച്ച് എന്റെ ആന്തരിക വ്യവസ്ഥയും പ്രവർത്തിച്ചുകൊണ്ട് ഇവയെല്ലാം ഒരു സംവിധാനത്തെ ഇങ്ങനെ ആവർത്തിച്ച് പോകുന്നതിനാണ് ചാക്രികത എന്ന് പറയുന്നത്. ഈ ഒരു ചാക്രികതയിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. ഈ ചാക്രിക സ്വഭാവം എന്നുള്ളതാണ് പ്രകൃതിയുടെ പ്രകർഷേണ കൃതമായ ഈ സംവിധാനത്തിന്റെ ആ ഒറിജിനൽ ഫോം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒറിജിനൽ ഫോം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ ചക്രം ഇങ്ങനെ അവിടെ കിടന്ന് കറങ്ങിയാൽ പോരാ, അത് സ്ഥാനാന്തരീയം, അതിനൊരു ട്രാൻസ്പ്ലേസിങ് സംഭവിക്കണം. ആ ട്രാൻസ്പ്ലേസിങ് സംഭവിക്കണമെങ്കിൽ അതിന് മുൻപോട്ട് പോകുവാനുള്ള ഒരു ഗതി, ഒരു ദിശ അതിനുണ്ടാവണം. അതിനെയാണ് പുരുഷം എന്ന് പറയാം. മുൻപോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്, ഒരു പ്രത്യേക ധർമ്മം ചെയ്ത് മുൻപോട്ട് പോകുവാൻ. ഈ മുൻപോട്ട് പോകുന്ന ഓരോ പ്രവർത്തനത്തിലും ഇപ്പൊ ബസിന്റെ ചക്രം വട്ടത്തിലാണ് തിരിയുന്നത്. എന്നാൽ അത് ചക്രം മണ്ണിൽ മുട്ടിയിരിക്കുന്നതുകൊണ്ട്, നിരത്തിൽ മുട്ടിയിരിക്കുന്നത് കൊണ്ട് അതിങ്ങനെ തിരിയും തോറും ബസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോ ഈ ചാക്രിക ചലനവും രേഖീയ ചലനവും, രേഖയുടെ രൂപത്തിൽ ഇങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ പോകുന്നതാണ് രേഖീയ ചലനം. ആ രേഖീയ ചലനവും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു വ്യവസ്ഥ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ ചാക്രിക ചലനം എന്നുള്ളതിനാണ് സുസ്ഥിരത എന്ന് പറയുന്നത്. സുസ്ഥിരത എന്ന് വെച്ചാൽ നിലനിൽപ്പ് എന്നുള്ളത് ആ പ്രകൃതിയുടെ തനത് സ്വഭാവമാണ്. എന്നാൽ രേഖീയത എന്ന് പറയുന്നത് ഇപ്പൊ പടക്കത്തിന്റെ മേലെ കെട്ടിയിട്ടുള്ള വർണ്ണ ഈ ബോംബ് എന്നൊക്കെ പറയുന്ന ഏറുപടക്കം പോലെയുള്ള പടക്കമൊക്കെ വിഷുവിനും ദീപാവലിക്കും ഒക്കെ കിട്ടുമല്ലോ.
ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചന്തമായിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് അറിയോ? അതിനൊക്കെ നിറങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് തിരി കൊടുക്കേണ്ട താമസം, എല്ലാം പൊട്ടിത്തെറിച്ച് പല വഴിക്ക് പോകും. ആ പോകുന്ന വഴിക്ക് ശേഷം പിന്നെ അത് ഉണ്ടാവുക പോലും. അതിനെയാണ് വിസ്ഫോടനം എന്ന് പറയുക. ഏതൊരു വ്യവസ്ഥയും ഇപ്പോ തെർമോഡൈനാമിക്സിന്റെ നിയമം അനുസരിച്ച് ഇപ്പോ ഒരു പാത്രത്തിൽ ഇപ്പം വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ പതുക്കെ ചൂട് അതിലേക്ക് വന്ന് അതിനെ ജലമൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ പതുക്കെ ചലിച്ച് അത് പതുക്കെ ഇളകി മറിയാൻ തുടങ്ങും, തിളയ്ക്കും. അത് പ്രക്ഷുബ്ധതയിലേക്ക് പോകും. പ്രക്ഷുബ്ധാവസ്ഥ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരുന്നാൽ, അതിലേക്ക് വീണ്ടും ഊർജം കൊടുത്തുകൊണ്ടിരുന്നാൽ ആ പ്രക്ഷുബ്ധാവസ്ഥ ഇതിനെ എൻട്രോപ്പി എന്നുള്ള ആ ടർബുലൻസ് എന്നുള്ള അവസ്ഥയിൽ നിന്നും എൻട്രോപ്പി എന്നുള്ള അവസ്ഥയിലേക്ക്, അത് വിക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥയിലേക്ക്, വിസ്ഫോടനാത്മകമായ ഒരു അവസ്ഥയിലേക്ക് അത് തിരിഞ്ഞ് അത് മറ്റൊരു അവസ്ഥയിലേക്ക് മാറും. പിന്നെ ഈ ആദ്യത്തെ അവസ്ഥ ഉണ്ടാവില്ല. ജലം എന്നുള്ളത് നീരാവിയായി കഴിയുമ്പോൾ പിന്നെ ആ നീരാവി ഇവിടത്തെ ജലമായി അപ്പോൾ മാറില്ല. അത് വേറൊരു അവസ്ഥയിൽ പിന്നീട് മാറിയേക്കാം. പക്ഷെ പിന്നീട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് മാറില്ല. അത് വിട്ടുപോയി. ഈ വ്യവസ്ഥയുടെ വിട്ടുപോയി. ഈ പാത്രത്തിലിരിക്കുന്ന വ്യവസ്ഥയെ വിട്ടുപോയി. അപ്പൊ ഈ രീതിയിലാണ് ആ പുരുഷം എന്ന് പറയുന്ന, വികാസം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. നമ്മൾ സുസ്ഥിര വികസനത്തെ കുറിച്ച് പറയുന്ന ആളുകളാണ്. അപ്പോ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോ ഈ വികാസ പ്രക്രിയ എന്ന് പറയുന്നത് പ്രപഞ്ച സ്വഭാവം. പ്രപഞ്ചം എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു, വിസ്ഫോടനാത്മകമായി പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇതൊക്കെ കഥയാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും സയൻസ് ജേർണലിലും കാണുന്ന കഥയാണ്. നമുക്കറിയില്ല നമ്മുടെ ശരീരത്തിൽ എങ്ങനെ അനന്തമായ വളർച്ചയുണ്ടോ? ഇല്ല. ഒരു പ്രത്യേക പരിധി എത്തുമ്പോൾ നിൽക്കും. അതിനാണ് വളർച്ചാ പരിധി എന്ന് പറയാം. ഏതൊരു വ്യവസ്ഥയും, പ്രകൃതിയിലെ ഏതൊരു വ്യവസ്ഥയും അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ വഹനക്ഷമതയ്ക്ക് അപ്പുറത്തേക്ക് വളരാൻ സമ്മതിക്കില്ല പ്രകൃതി. അത് അവിടെ ലിമിറ്റ് ചെയ്യും. അപ്പൊ പ്രകൃതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ വ്യവസ്ഥകൾക്കും ഈ സ്വഭാവമുണ്ട്. അത് അതിന്റെ ആ പരിമിതമായ ഒരു അവസ്ഥയിൽ ഒതുങ്ങി നിൽക്കാനുള്ള പ്രവണതയുണ്ട്. അപ്പൊ ഈ അവസ്ഥയെ ആണ് നമ്മൾ, ഇതിലെ രണ്ട് ഭാവങ്ങളെയാണ് നമ്മൾ സ്ത്രൈണ പൗരുഷങ്ങൾ എന്ന് പറയുന്നത്. ചില കുടുംബങ്ങളിൽ സ്ത്രീക്കായിരിക്കും സ്ത്രൈണത, ചില കുടുംബങ്ങളിൽ പുരുഷനായിരിക്കും സ്ത്രൈണത. ആ പുരുഷന് സ്ത്രൈണതയുള്ള കുടുംബത്തിലെ സ്ത്രീക്ക് പൗരുഷമായിരിക്കും ഉണ്ടാവും. ഇതൊരു വല്ലാത്ത കോമ്പിനേഷനാണ്. ഇത് നമ്മൾ കരുതുന്നത് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് നമ്മൾ ഫിക്സ് ചെയ്തതാണ് ഈ കല്യാണം എന്നുള്ളത്. പക്ഷെ കല്യാണം സംഭവിക്കുന്നത് അങ്ങനെയല്ല. അത് നിങ്ങൾ ഏത് കുടുംബത്തെ എടുത്തു കഴിഞ്ഞാലും അവരുടെ സ്വഭാവത്തെ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ പൊതു സ്വഭാവങ്ങളെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ലിംഗയോനികളുടെ പൊരുത്തം പോലെ തന്നെ ആ ഉയർച്ചയും താഴ്ചയും ഉള്ളതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ഈ ചേർച്ച പരസ്പര പൂരകങ്ങളാക്കാനുള്ള ചേർച്ച അവിടെ ഉണ്ടാവും. ആ പരസ്പര പൂരകങ്ങളാകണമെങ്കിൽ ഒന്നിനാധിക്യമുള്ളപ്പോൾ മറ്റവിടെ കുറവുണ്ടാവണം. ആ രീതിയിൽ അത് ചേർന്നും വിട്ടുമാറിയും നിന്നു പോകണം. അപ്പൊ അങ്ങനെയാണ് വ്യവസ്ഥ നിലനിന്ന് മുൻപോട്ട് പോകുന്നത്. നിലനിന്ന് മുൻപോട്ട് പോകുന്നത്. അപ്പൊ ഇത് ഏതൊരു വ്യവസ്ഥയുടെയും അവസ്ഥയാണ്. അപ്പൊ സ്ത്രൈണ പൗരുഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വികാസമാണ് പൗരുഷത്തിന്റെ ധർമ്മം. പ്രാപഞ്ചിക സ്വഭാവം, പ്രാകൃതിക സ്വഭാവമായ സ്ത്രൈണത എന്ന് പറയുന്നത് സുസ്ഥിരതയുടെ സ്വഭാവമാണ്, ചാക്രികതയാണ് അതിന്റെ രീതി. ഇനി കാലം എന്നതിനെ കുറിച്ച് കൂടെ നമ്മളൊന്ന് പറയേണ്ടതുണ്ട്, അല്ലെ? സ്ത്രൈണ പൗരുഷങ്ങളെ മനസ്സിലാക്കിയ പോലെ കാലം എന്താണെന്ന് കൂടെ പറഞ്ഞ് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ഈ സ്ത്രൈണ കാലം, പുരുഷകാലം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോ സ്ത്രൈണ കാലം അല്ലെങ്കിൽ പുരുഷകാലം, ഇതിലെ കാലം എന്ന് പറയുന്നത് എന്താണ്? കാലത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ടൈം ടേബിൾ അല്ലെങ്കിൽ ഈ വാച്ച് എന്നുള്ള ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്. പഞ്ചാംഗം, കാലണ്ടർ നമ്മുടെ ചുമരിലുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് അത് ചാക്രിക സ്വഭാവം അതിന് കണ്ടാൽ പോലും അതിനൊരു രേഖീയ രീതിയുണ്ട്. അത് ഇങ്ങനെ ക്രമത്തിൽ മുമ്പോട്ട് പോകും, അല്ലെ? വട്ടത്തിലുള്ള വാച്ച് ആണെങ്കിൽ പോലും ആ വാച്ച് ഇങ്ങനെ മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ മുൻപോട്ട് പോകുന്ന ഒരു ക്രമം നമുക്കറിയാം. എന്നാൽ നമുക്കത് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് ചക്രരൂപത്തിൽ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് സമയമായിട്ട്, കാലമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാലം എന്ന രീതിയിൽ ദീർഘകാലത്തിൽ ഇപ്പോ ഡീപ് ടൈം എന്ന് പറയുന്ന സംഭവം എന്താണ്? നമുക്ക് ഈ ഘടികാരത്തിലോ കാലണ്ടറിലോ കാണാൻ കഴിയുന്ന കാലത്തിനും അപ്പുറത്തുള്ള കാലം, ചരിത്രത്തിൽ ഉണ്ടായ കാലം, കേട്ട കാലം, വരാൻ പോകുന്ന കാലം, വർത്തമാനകാലം, ഈ മൂന്ന് കാലങ്ങളും ചേർത്തിട്ട് നമ്മുടെ വീക്ഷണകോണത്തിനും അപ്പുറത്ത് നിൽക്കുന്ന കാലത്തെയാണ് നമ്മൾ ഡീപ് ടൈം എന്ന് പറയുന്നത്. ഗാഠസമയം, ഗാഠകാലം എന്ന് പറയുന്നത് വിസ്തൃതമായ ഒരു കാലം. അപ്പൊ കാലം എന്ന് പറയുന്നത് ഈ ഘടികാരത്തിൽ കാണുന്നതാണ്, പഞ്ചാംഗത്തിൽ കാണുന്നതാണെന്ന് പറയുമ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല, നമ്മൾ ഇനിയും നിർവചിച്ചിട്ടില്ല എന്താണ് കാലമെന്ന്. ബോധം എന്നുള്ളൊരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ബോധം എന്ന പദം പല കോണ്ടെക്സ്റ്റിലും ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ എന്താണ് മനസ്സിലാവുക? ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന ബോധം എനിക്കുണ്ട്.
ഞാൻ ഒരു കാര്യത്തെ അറിയുന്നു എന്നുള്ള ബോധമുണ്ട്. ഞാൻ ഒന്നിനെ കാണുന്നു എന്നുള്ള ബോധം എനിക്കുണ്ട്. അപ്പോ ബോധം എന്നുള്ള ഒരവസ്ഥ എന്നിൽ ഉണ്ട്. ആ ബോധത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവബോധം, ബുദ്ധി എന്നുള്ള രൂപത്തിലൊക്കെ അതിന്റെ വകഭേദങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ ബോധമുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെന്നും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണെന്നും ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ തുടക്കത്തിൽ എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഇരുന്ന് ഇത്രയും നേരം പോയി കഴിഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു. ഇനി വേറെന്തോ അറിയാൻ പോകുന്നു എന്ന പ്രത്യാശയിലാണ് നിങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ പഴയകാലം, നിങ്ങൾ ഈ ഇത്തരം കുറെ കാര്യങ്ങളെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്. അത് ഭൂതകാലമാണ്. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നുള്ള വർത്തമാനകാലമാണ്. ഇത് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയുന്നുള്ളത് ഭാവി കാലമാണ്. അപ്പൊ കാലം എന്ന് പറയുന്ന ആ ഒന്ന് ഇവിടെ പ്രാവർത്തികമാകുന്നത് എങ്ങനെയാണ്? കാലമായി മാറുന്നത്, ഓരോ നിമിഷവും കാലമായി മാറുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇപ്പോഴുള്ള ബോധം, പൂർവ്വകാലത്തെ ബോധം, പിന്നീടുള്ള ബോധം എന്നുള്ള ബോധത്തിന്റെ വിവിധ തലങ്ങൾ പറഞ്ഞു. അപ്പൊ ബോധം ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പരിണമിക്കുന്നുണ്ട്. ഭൂതകാലത്തിൽ നിന്നും വർത്തമാനത്തിലൂടെ ഭാവി കാലത്തിലേക്ക് പരിണമിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളിവിടെ വന്നിരുന്നപ്പോൾ ഉണ്ടായ ബോധമല്ല ഇപ്പോഴുള്ളത്, ആ ബോധവുമല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്. അപ്പോ ബോധത്തിന്റെ ഒരു പരിണാമം ഇവിടെയുണ്ട്. ഈ ബോധ പരിണാമമാണ് കാലം. ക്ഷമിക്കുക, ബോധ പരിണാമമാണ് കാലം. ബോധം പരിണമിച്ചുണ്ടാകുന്നത് ആണ് കാലം, അല്ലെങ്കിൽ പരിണമിക്കുന്ന ആ ബോധാവസ്ഥയാണ് കാലം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ബോധ പരിണാമമാണ് കാലം എന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. സംശയങ്ങളുണ്ടെങ്കിൽ എഴുതി വെക്കുക, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കുക. അപ്പോൾ ബോധപരിണാമം എന്നുള്ളൊരവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുവഴിയാണ് നമ്മൾ കാലത്തെ ഗണിക്കുന്നത്. മുൻകാലം, വർത്തമാനകാലം, ഭാവി കാലം എന്നുള്ളത്. ഈ കാലത്തിൽ തന്നെ കാലം എന്നുള്ളത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞനുസരിച്ച് അതിനൊരു ക്രോണോളജി ഉണ്ട് അല്ലെ. ബോധത്തിന് ഒരു കാലത്തിനൊരു ക്രോണോളജി ഉണ്ട്. ക്രോണോളജി എന്ന് വെച്ചാൽ എന്താ? ലീനിയർ ആയിട്ട്. അത് ക്രോണോസ് എന്ന് വെച്ച് കഴിഞ്ഞാല് രേഖാരൂപത്തിൽ പോകുന്നത്, ഒരു ക്രമത്തിൽ പോകുന്നത്. ക്രോണോളജി എന്നുള്ള പദം കേട്ടിട്ടുണ്ടാവും. നമുക്കൊരു ടൈം ലൈൻ ഉണ്ടാവും. നമ്മളിപ്പോ കാലണ്ടർ നോക്കുമ്പോൾ തന്നെ 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി നമ്മൾ പല കാര്യങ്ങളും ഗണിക്കുമല്ലോ. ഇപ്പൊ നമ്മൾ 10 ദിവസം ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ നമുക്ക് സ്കൂളിലെ അവധിക്കാലം ഇവിടെ തുടങ്ങി ഇവിടം വരെ തീരുന്നു എന്നുള്ള ഒരു രേഖാചിത്രം നമ്മുടെ മുന്നിലുണ്ട്. കാലണ്ടറിൽ ഒരു രേഖാചിത്രം ഉണ്ട്. ഇതിനാണ് ക്രോണോളജി എന്ന് പറയുക. ക്രോണോസ് ആയിട്ട് ഈ സംഭവം മുൻപോട്ട് പോകുന്നതാണ് ക്രോണോളജി എന്ന് പറയുന്ന ഒരു സംഭവം. ക്രമത്തിലായിരിക്കുന്ന, രേഖീയമായിരിക്കുന്ന ഒരവസ്ഥ. രേഖീയമായിരിക്കുന്നതല്ലാത്ത അതാത് സമയത്ത് തന്നെ ചാക്രികമായി നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥിതമായി നിൽക്കുന്ന വേറൊരു ഒരു കാലം കൂടിയുണ്ട്. അതിനെ കാലം എന്നല്ല പറയുക, ക്ഷണം എന്നാണ് പറയുക. പല ക്ഷണങ്ങൾ ചേർന്നിട്ടാണ് കാലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ചില ക്ഷണങ്ങൾ ഉണ്ടല്ലോ, ഒരു കാലത്തെ മുഴുവൻ, ഒരു ബോധപരിണാമത്തെ മുഴുവൻ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ പാകത്തിൽ വലിപ്പമുള്ളതാണ് പലപ്പോഴും ക്ഷണങ്ങൾ. ആ ക്ഷണം എന്ന് പറയുന്ന ആ ഒരു നൈമിഷിക അവസ്ഥ, ഈ നമ്മൾ ആനന്ദം എന്ന് പറയുന്നത് അത്തരം ഒരു ക്ഷണമാണ്. സംതൃപ്തി എന്ന് പറയുന്നത് അത്തരം ഒരു ക്ഷണമാണ്. നമ്മുടെ അനുഭവം എന്ന് പറയുന്ന ഒരു ക്ഷണമാണ്. അനുഭൂതി എന്ന് പറയുന്ന ഒരു ക്ഷണമാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് നമുക്ക് അളക്കാൻ കഴിയില്ല. ഒരു കാലണ്ടർ വെച്ചിട്ട്, ഒരു ക്ലോക്ക് വെച്ചിട്ട് നമുക്ക് അളക്കാൻ കഴിയില്ല. അളക്കാൻ കഴിയാത്ത, കാലത്തിനും അതീതമായ ഒരു കാലം. അവിടെ ബോധം പരിണമിക്കുന്നുണ്ട്. പക്ഷെ ബോധം നിപ്പില് യൂടേൺ അടിക്കുന്ന, ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് കൈറോസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ക്രോണോസ് എന്ന് പറയുന്നത് രേഖീയമായിട്ടുള്ള അവസ്ഥ. കൈറോസ് എന്ന് പറയുന്നത് എന്താ പറയാ, അത് ആ ഒരു നിമിഷത്തിൽ ഉണ്ടാകുന്ന ആ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന. ഇപ്പോ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോഴാണ് ഗ്രഹണം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഒരു വർഷകാലം മുഴുവൻ ഇവിടെ സൂര്യനും ചന്ദ്രനൊക്കെ പാറി പറന്ന് നടന്നിട്ടും ഒന്നും ഉണ്ടാവുന്നില്ല. ഒന്നും ഉണ്ടാവുന്ന വെച്ചാൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്ന മറ്റു പ്രക്രിയകൾ ഉണ്ടാവുന്നു. പക്ഷേ ഗ്രഹണം എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവ മൂന്നും ചേർന്ന് വരുമ്പോഴാണ്. ചില കാര്യങ്ങൾ ചേർന്ന് വരുമ്പോൾ, ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു, ആക്സിഡന്റിന് മുമ്പും ശേഷവും സമയമുണ്ട്. ആ സമയം, വിശിഷ്ട സമയം, ഒരു പ്രത്യേക സമയത്ത് ആക്സിഡന്റ് ഉണ്ടാവുന്നു. നമ്മൾ ഈ ഓസ്പീഷ്യസ് മൊമെന്റ് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ സമയം, ദിവ്യ സമയം, വിശിഷ്ട സമയം എന്നൊക്കെ പറയാറുണ്ട്, മുഹൂർത്തം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഈ സംഭവത്തെയാണ് നമ്മൾ കൈറോസ് എന്ന് പറയുക. അപ്പോ ഈ കൈറോസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് ക്ഷണം എന്ന് പറയുക. ഈ ക്ഷണത്തിലൂടെയാണ് ജീവിതത്തിലെ
കൃത്യമായ പരിവർത്തനങ്ങൾ ഉണ്ടാവുന്നു. പരിവർത്തനങ്ങൾക്ക് മുഴുവൻ കാരണമാകുന്ന യഥാർത്ഥ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത്, പരിണമിച്ചുണ്ടാവുന്നില്ല, യഥാർത്ഥ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത്, യഥാർത്ഥ മാറ്റം ഉണ്ടാവുന്നത്, യഥാർത്ഥ ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാവുന്ന സമയത്താണ് കൈറോസ് അല്ലെങ്കിൽ ക്ഷണം എന്ന് പറയുന്നത്. അപ്പോ കാലവും ക്ഷണവും, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇനി അപ്പോ കാലം എന്നുള്ളത് മനസ്സിലാക്കി. ഈ കാലത്തിന്റെ തന്നെ ഒരു കുഞ്ഞു പതിപ്പായിട്ട് ക്ഷണത്തെ തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക. കാലത്തിന്റെ ഒരു ചെറിയ പതിപ്പ്, ഒരു ചെറിയ ഭാഗം, ഒരു ഫ്രാക്ഷൻ മാത്രം എടുത്താലുള്ളത് എന്തോ അത്. പക്ഷെ അതിനൊരു സ്വഭാവം കൂടി ഉണ്ട്. അത് അവിടെ ഇപ്പൊ നമ്മളിപ്പോ ഒരു വലിയ ഗ്രാഫിന്റെ ചെറിയ ഭാഗം എടുത്താൽ അതിനെയും വേണേൽ വലുതാക്കി നമുക്ക് സൂക്ഷ്മദർശിനെ കൂടെ വലുതാക്കി നോക്കാം. പക്ഷെ ക്ഷണത്തിന്റെ കാര്യത്തിൽ എത്ര വലുതാക്കിയാലും ആ പോയിന്റ് എന്നുള്ള ആ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരിടം തന്നെയായിരിക്കും, ഒരു ബിന്ദു തന്നെയായിരിക്കും. ആ ബിന്ദുവിലൂടെയാണ് നമ്മൾ എല്ലാം തമ്മിൽ ചേരുന്നത്. ഇപ്പൊ രാവിലെ 3:50 നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപരിവ്യവസ്ഥയുമായി നേർബന്ധത്തിലാകുന്ന ബോധാവസ്ഥയിലൂടെ കടന്നു പോകുമെന്ന് യോഗശാസ്ത്രം പോലുള്ളവയൊക്കെ പറയുന്നു. ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചില ആളുകളുണ്ട് എത്ര വൈകി ഉറങ്ങിയാലും ഒരു സമയത്ത് തന്നെ എഴുന്നേക്കും. അത് താളാത്മകതയുള്ളവരാണ്. ജീവിതത്തിൽ താളഭാവമുള്ളവര് ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. ചില ആളുകളുണ്ട് അവരെത്ര വൈകിയതിനനുസരിച്ച് വൈകിട്ട് അവർക്ക് ആവശ്യമുള്ള സമയം 8 മണിക്കൂർ ഉറങ്ങണമെന്ന് വെച്ചാൽ 8 മണിക്കൂർ ഉറങ്ങിയ ശേഷം എഴുന്നേക്കുള്ളൂ. അപ്പോ ഇത് രണ്ടുപേരും ഇതിനെ സമീപിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോരുത്തരും കാലത്തെ മനസ്സിലാക്കുന്നത് ഓരോ രീതിയിലാണ്, ഓരോ ബോധതലത്തിൽ നിന്നാണ്. താളാത്മകതയുള്ളവർ ഒരു പ്രത്യേക തലത്തിൽ മനസ്സിലാക്കും, യൗക്തികതയുള്ളവർ, യുക്തിഭാവമുള്ളവർ വേറൊരു രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഓരോരുത്തർക്കും കാലത്തിന്റെ അനുഭവങ്ങൾ തന്നെ വ്യത്യസ്തമാണ്. ഇനിയാണ് നമ്മുടെ കഥയിലേക്ക് വരുന്നത്. അപ്പോൾ സ്ത്രൈണ പൗരുഷങ്ങളെ മനസ്സിലാക്കി, കാലത്തെ മനസ്സിലാക്കി, കാലത്തിൽ തന്നെ ക്ഷണം എന്നുള്ളൊരവസ്ഥയെ മനസ്സിലാക്കി. ക്ഷണം എന്ന് പറയുന്നത് കാലത്തിന്റെ ഒരു ചെറിയ ഫ്രാക്ഷൻ ആയിട്ട് അല്ല നിൽക്കുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം തൽക്കാലത്തേക്ക്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലേക്ക് പോവാം. ഞാൻ എന്റെ കാറും സ്റ്റാർട്ട് ചെയ്തിട്ട് മുറ്റത്ത് നിൽക്കുക. അപ്പോ എന്റെ ഇണ, എന്റെ ഭാര്യ ആ സമയത്ത് ഗ്യാസ് അടച്ചിട്ടുണ്ടോ, സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടോ, വാതിൽ പൂട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുവാനായിട്ട് പോകും. സ്വാഭാവികമാണ്, മിക്കവാറും എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ്. ഒരാള് വണ്ടി എടുത്ത് പോകാന്ന് പറഞ്ഞ് തിരക്കുന്ന സമയത്ത് മറ്റേ ആള് ഇതൊക്കെ ആയിട്ടില്ല എന്നുള്ള രീതിയിൽ അയാളുടെ ശ്രദ്ധ എന്തിലാണ്? വീട് പൂട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി എന്നുള്ള ആ ഒരു സ്റ്റേറ്റിൽ എത്തി എന്ന് പറയുന്ന ക്ഷണം, ആ ക്ഷണം കഴിഞ്ഞാൽ മാത്രമേ ആ പ്രക്രിയ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഗ്യാസ് ലോക്ക് ചെയ്തു എന്ന് പറയുന്ന സമയത്താണ് സെക്യൂരിറ്റി കംപ്ലീറ്റ് ആകുന്നത്. മഴ വരുമ്പോൾ തുണി എവിടെ കിടക്കാതിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് തുണി എടുത്ത് അകത്തേക്ക് മാറ്റിവെക്കുന്നത്. അവിടെ അത് സമ്പൂർണ്ണമാക്കി കഴിയുമ്പോൾ സെക്യൂർ ആകുന്ന ഒരവസ്ഥയുണ്ട്. അവിടെയാണ് ക്ഷണം എന്നുള്ളൊരവസ്ഥ സംഭവിക്കുന്നത്. ഇതൊന്നും അവിടെ മുറ്റത്തുള്ള അയാളുടെ വിഷയങ്ങളല്ല. അയാളെ സംബന്ധിച്ചോളം നമ്മൾ 5 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു, 5:30ക്കാണ് അവിടെ ആ പരിപാടി തുടങ്ങുന്നത്, 5:30ക്ക് നമ്മൾ അവിടെ എത്തേണ്ടതുണ്ട്, ഇത്രയും ദൂരം ഓടേണ്ടതുണ്ട്, അതുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണം. ആ ടൈം ലൈൻ വെച്ചിട്ടാണ് അയാൾ ഇതിനെ കണക്കാക്കുന്നത്, സമയം കണക്കാക്കുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോ ഇയാളുടെ ഇവിടെ ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ പറഞ്ഞത്. തൽക്കാലം അങ്ങനെ തന്നെ എടുക്കുക. സ്ത്രൈണ പൗരുഷങ്ങൾ എന്നുള്ളത് ഭാര്യയിലും ഭർത്താവിലും മാറി മാറി വരാം. ഇവിടെ നമ്മൾ സ്ത്രീ എന്ന് പറയുന്നത് ഈ ചാക്രികതയുടെ പ്രാകൃതീയതയുടെ സ്വഭാവമായിട്ട് ഉള്ള ഒരു വ്യക്തിത്വമായിട്ട് എടുക്കുക. പുരുഷൻ എന്ന് പറയുന്നത് രേഖീയതയുടെ ഭാവമായിട്ട് എടുക്കുക. ആ രേഖീയ ഭാവത്തിലുള്ള ആള് ഇതിലേക്ക് ആ ടൈം ലൈനിലൂടെ കടന്നു പോകണം എന്നുള്ള ധാരണയിൽ നിൽക്കുമ്പോൾ, ധർമ്മബോധ്യത്തോടുകൂടി നിൽക്കുമ്പോൾ, ഇയാളുടെ ധർമ്മം, സ്ത്രൈണധർമ്മം എന്ന് പറയുന്നത് അയാളുടെ ക്ഷണങ്ങൾ എന്ന് പറയുന്ന ആ വിശിഷ്ടാവസ്ഥകൾ നിരന്തരമായി പൂർത്തീകരിക്കുക എന്നുള്ളതായിരിക്കും. അമ്മയുടെ ധർമ്മം പൂർത്തീകരിക്കുക എന്നുള്ളതിലായിരിക്കും ഉണ്ടാവും. അമ്മയുടെ ധർമ്മം എന്താണ്? ചാക്രികമായിട്ട് അതിനെ മുൻപോട്ട് കൊണ്ടുപോവുക, അതിന്റെ സെക്യൂരിറ്റി, സുസ്ഥിരത എന്നുള്ളതിലേക്ക് ഊന്നി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരമൊരവസ്ഥ, അത്തരമൊരവസ്ഥയാണ് നമ്മൾ ക്ഷണമെന്ന് പറയുന്നത്. ആ ക്ഷണത്തിലായിരിക്കും സ്ത്രൈണതയുടെ ഫോക്കസ്. ഈ ക്ഷണത്തെ ഇപ്പോ ഒളിമ്പസിന്റെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ആ ക്ഷണം എന്നുള്ളത് നമ്മുടെ പെന്റാക്കു എന്നുള്ള പദവുമായി ചേർത്ത് വായിക്കാം. ഒരു മിനിറ്റ്. അപ്പോ പ്രകൃതിയിലെ ഈ തുടക്കം ഒടുക്കം എന്ന് പറയുന്ന രണ്ടവസ്ഥകളില്ല.
അവ ഒരേ ഇടത്തും തുടങ്ങുന്നു. നമ്മുടെ ബോധത്തിന്റെ വ്യതിയാനങ്ങൾ കൊണ്ട് നമ്മൾ ഇതിനെ 2 ഇടങ്ങളിലായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പെന്റാക്കോ എന്നുള്ള നിയമം പറയുന്നത്. അപ്പൊ പെന്റാക്കോന്റെ നിയമം അനുസരിച്ച് 2 ഇടങ്ങളില്ലല്ലോ. ആ 2 ഇടങ്ങളും അല്ലാതെ ഒരു ഇടമായിരിക്കുന്നതിനെ ബോധ്യപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ ക്ഷണം എന്ന് പറയുന്നത്, കൈറോസ് എന്ന് പറയുന്നത്. ഇത് സ്ത്രീക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ സ്ത്രൈണഭാവമുള്ളവർക്ക് കൂടുതലാണ്. അവർ ഇൻറ്റ്യൂഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുക. അവരുടെ പ്രവർത്തനങ്ങളെ ഇൻറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടാണ് നിൽക്കുക. ചാക്രിക ചലനങ്ങളുമായിട്ട് ചേർത്താണ് നിർത്തുക. അവരങ്ങനെയാണ് ഇതിനെ കാണുക. അവരങ്ങനെ കാണുമ്പോൾ മാത്രമാണ് വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ കഴിയുക. ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ അവരുടെ ചാക്രിക സ്വഭാവം അവിടെ നിലനിൽക്കണം. ആ ചാക്രിക സ്വഭാവം നിലനിർത്താനായിട്ട് അവര് ആ ക്ഷണഭാവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും. അതേസമയം പൗരുഷം എന്ന് പറയുന്നത് ക്ഷണഭാവത്തിലൂടെയല്ല കടക്കുക. അവര് രേഖീയമായ ഒഴുക്കിലൂടെയാണ്, രേഖീയം ഒന്നിനു ശേഷം എന്ന് പറയുന്ന ടൈം ലൈനിലൂടെയാണ് കടന്നു പോകുക. ബോധത്തിന്റെ പരിണാമത്തിലൂടെയാണ് കടന്നു പോകുക. ഒന്നിനു ശേഷം ഒന്ന്, പിന്നെ അതിനുശേഷം അടുത്ത പരിണാമം, അതിനുശേഷം അടുത്ത പരിണാമം, ഈ പരിണാമത്തിന്റെ വഴിയിലൂടെ. സ്ത്രീയിലുണ്ടാവുന്ന പരിണാമം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവര് യൂട്ടേൺ അടിക്കുകയാണ്, നിന്നും നിപ്പിലൊരു തിരിയും. അവർക്ക് ചില ഘട്ടങ്ങളിൽ എത്തുമ്പോൾ അതങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുകയും ഒരു തിരിയുകയും ചെയ്യും. സ്ത്രൈണതയുള്ളവർ അത്തരത്തിലാണ് ഉണ്ടാവുക. ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളത് രണ്ട് സങ്കല്പനങ്ങളെ, അല്ലെങ്കിൽ 2 സങ്കല്പനങ്ങളുള്ള 2 തരം 2 ആൽഗരിതം, സങ്കല്പനം എന്നല്ല പറയാ, 2 നിർദ്ധരണികൾ അഥവാ ആൽഗരിതമുള്ള 2 വ്യക്തിത്വങ്ങളെ ഒരുമിച്ച് ചേർക്കുക എന്നുള്ളതാണ് വിവാഹത്തിലൂടെ, ദാമ്പത്യത്തിലൂടെ സംഭവിക്കുന്നത്, ഇണത്വം എന്നുള്ള അവസ്ഥയിലൂടെ സംഭവിക്കുന്നത്. ഇത് നമ്മുടെ തീരുമാനമല്ല, പ്രകൃതിയുടെ തീരുമാനമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ അങ്ങനെ പ്രകൃതി അതിനെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന സമയത്ത് ഇതിലൂടെയാണ്, ഈ കാലത്തിന്റെ 2 ഘട്ടങ്ങൾ ഒരുമിച്ച് ഒരിടത്ത് നിർത്തുന്നതിലൂടെയാണ് ഒരു വ്യവസ്ഥയെ നിലനിർത്തി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കുടുംബം നിലനിന്ന് മുൻപോട്ട് പോകുന്നത്. കുടുംബം മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, നിലനിൽപ്പില്ലാണ്ടാവും. നിലനിന്ന് മാത്രം പോവുകയാണെങ്കിൽ ജീവസന്ധാരണം എന്നുള്ളത് ഇല്ലാണ്ടാവും. ജീവസന്ധാരണവും നടക്കണം, നിലനിൽപ്പും നടക്കണം എന്ന 2ഉം കൂടെ ഒരുമിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഈ 2 വ്യത്യസ്ത ധ്രുവത്തിലുള്ള, 2 വ്യത്യസ്ത ലിംഗത്വമുള്ള ആളുകൾ ഒരുമിച്ച് ചേരണം. ഈ 2 ലിംഗത്വത്തിനും 2 തരം കാലമാപിനികളാണുള്ളത്. കാലമാപിനി എന്ന് പറയുമ്പോൾ ഒരാൾ രേഖീയ മാപിനിയിലൂടെ പോകും, ഒരാൾ ചാക്രിക മാപിനിയിലൂടെ പോകും, അല്ലെങ്കിൽ ക്ഷണമാപിനിയിലൂടെ പോകും. മാപിനി എന്ന് വെച്ചാൽ അളവുകോലാണ്, അളക്കാനുള്ള റെപ്പാരറ്റസ് എന്ന് വേണമെങ്കിൽ പറയാം, അളക്കാനുള്ള ഒരു മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു ബോധ്യത്തിലൂടെ പോകുന്നതാണ് സ്ത്രൈണത. അപ്പോ ഈ 2 അവസ്ഥയും ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് കുടുംബം നിലനിൽക്കുക. ഇത് തന്നെയാണ് രാഷ്ട്രത്തിൽ ഉണ്ടാവുന്നത്, ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. നമ്മൾ ശരീരത്തിൽ നിരന്തരം നമ്മുടെ ആന്തരിക പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ ഈ ശ്വാസോച്ഛ്വാസമോ ഹൃദയസ്പന്ദനമോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് സ്ത്രൈണഭാവമാണ്. നമ്മൾ ഒരു കാര്യം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു, ആ പ്രവൃത്തിയെ ഡിസൈൻ ചെയ്യുന്നു, എന്നിട്ട് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിലൂടെ നമ്മൾ പലതും ആർജിക്കുന്നു, ധനമോ സമ്പത്തോ അല്ലെങ്കിൽ വിഭവങ്ങളോ ആർജിക്കുന്നു. അങ്ങനെ പോകുന്നു എന്നുള്ളത് അത് രേഖീയതയാണ്. അപ്പോ ആ രേഖീയതയിലൂടെ പോകുന്നതും കൂടെ വേണം, എങ്കിലേ കുടുംബത്തിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. ജീവസന്ധാരണം നടത്തേണ്ടതുണ്ട്, അപ്പോഴാണ് കുടുംബത്തിന് നിലനിൽക്കാൻ കഴിയുക. ശരീരത്തിന്റെ സന്ധാരണം നടത്തേണ്ടതുണ്ട്, അപ്പോഴാണ് നിലനിൽക്കാൻ കഴിയും. അപ്പോ ഈ നിലനിൽപ്പ് എന്നുള്ള പ്രക്രിയ ഇവിടെ സംഭവിക്കണമെങ്കിൽ ഇത് 2ഉം ഒരുമിച്ച് ചേർന്നു. ഇത് പ്രകൃതിയുടെ ഒരു മിശ്രിതമാണ്, പ്രകൃതിയുടെ ഒരു കൂട്ടിച്ചേർക്കലാണ്. പ്രകൃതി യോഗത്തിൽ കൊണ്ടുവരുന്നതാണ്. അതിനെയാണ് നിയോഗം, നിയുക്ത യോഗം എന്നുള്ള അർത്ഥം നിയോഗം എന്ന് പറയാം. ഈ നിയോഗങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അത്തരം നിയുക്തമാണ്. കുടുംബം നിയുക്തമാണ്, ഒരു രാഷ്ട്രം നിയുക്തമാണ്, ഭൂമി നിയുക്തമാണ്. അത് ആ സ്ത്രൈണ പൗരുഷങ്ങളെ, ഇപ്പോ ശിവവും ശക്തിയും എന്ന് പറയുന്നില്ലേ, ഇവ തമ്മിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുക. അപ്പൊ ഈ വിധത്തിലാണ് അത് സംഭവിക്കുന്നത്. ഇത് 2ന്റെയും കാലഗണന, കാലമാപിനിക്ക് 2 സ്വഭാവമാണുള്ളത്. രണ്ടും അവിടെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ ആ സമ്പൂർണമായ ഒഴുക്കുണ്ടാവുക. ഇല്ലെങ്കിലോ അത് മൃതപ്രായമാകും, അല്ലെങ്കിൽ മൃതമാകും, അതല്ലെങ്കിൽ ഛിന്ന ഭിന്നമാകും. മൃതമാകും എന്ന് വെച്ചാൽ ഛിന്ന ഭിന്നമാവുകയില്ല, അത് പ്രവർത്തനരഹിതമാവും, ജഡഭാവത്തിലേക്ക് എത്തും. അതല്ലെങ്കിലോ അത് പൂർണ്ണമായിട്ടും ഛിന്ന ഭിന്നമായി ചിതറിപ്പോകും. ഇത് രണ്ടുമില്ല, അതിന്റെ ഇടയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ സുസ്ഥിരത. ആ സുസ്ഥിരമായ ഒരു അവസ്ഥയിൽ കുടുംബം നിലനിൽക്കണമെങ്കിൽ, ശരീരം നിലനിൽക്കണമെങ്കിൽ, വ്യക്തിത്വം നിലനിൽക്കണമെങ്കിൽ, ബോധം നിലനിൽക്കണമെങ്കിൽ
ഈ രണ്ട് ബോധാവസ്ഥകളിലും ഒരുമിച്ച് നിൽക്കണം. വട്ടത്തിലും നീളത്തിലുമുള്ള രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സുസ്ഥിരമായിട്ടുള്ള നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. പലപ്പോഴും രേഖീയ ചലനം എന്നുള്ളത് ഭൗതികതയുമായി ബന്ധപ്പെട്ട, മെഷറിങ്ങുമായി ബന്ധപ്പെട്ട, ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ഒന്നാണ് കണക്കാക്കുന്നതെങ്കിൽ നിരന്തരമായ മേൽ കണക്ഷൻ, ഉപരിവ്യവസ്ഥയുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, ഈശ്വരനുമായിട്ടുള്ള, പ്രകൃതിയുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ. ഈശ്വര വിശ്വാസികൾക്ക് ഈശ്വരൻ എന്ന് വിളിക്കാം, അതല്ല വിശ്വാസമില്ലാത്തവർക്ക് പ്രാകൃതിക സംവിധാനത്തെ വിളിക്കാം. അങ്ങനെ ആ ഉപരിവ്യവസ്ഥയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോ ഭൗതികവാദത്തിന്റെ വഴിയിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ പുരുഷാധിപത്യ സമൂഹത്തെയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. സുസ്ഥിരതയ്ക്ക് അതിന് യാതൊരു സ്കോപ്പുമില്ല. സ്ത്രൈണമായിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ സംസ്കാരങ്ങളെല്ലാം തന്നെ. നമ്മുടെ കുടുംബം എന്നുള്ള വ്യവസ്ഥ തന്നെ, നിലവിലുള്ള എല്ലാ ചാക്രിക വ്യവസ്ഥകളും ആവർത്തിച്ചുണ്ടാവുന്ന വ്യവസ്ഥകളെല്ലാം തന്നെ, കുടുംബ വ്യവസ്ഥയോ മനുഷ്യന്റെ വ്യവസ്ഥയോ മാനസിക വ്യവസ്ഥയോ എല്ലാം തന്നെ നിലനിൽപ്പിനെ ആധാരമാക്കിയിട്ടാണ്. അതിനെല്ലാം തന്നെ അതിന്റെ ഒരു ചാക്രിക സ്വഭാവമുണ്ട്, അതിന് ഒരു യാഥാസ്ഥിതികത്വമുണ്ട്. ഈ യാഥാസ്ഥിതികത്വത്തിൽ ഊന്നിക്കൊണ്ടതാണ് ആത്മീയത. അതുകൊണ്ടാണ് ആത്മീയർ യാഥാസ്ഥിതികരാവുന്നത്. മുൻപോട്ട് പോകുന്ന ഈ ഇടത്തിൽ നിൽക്കേണ്ടതല്ല എന്ന തോന്നൽ ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോകാൻ പറ്റുക. അതുകൊണ്ടാണ് ആ മുൻപോട്ട് പോക്ക് പറയുന്ന ആളുകളെല്ലാം തന്നെ ഇതല്ല വേണ്ടത് എന്ന് പറഞ്ഞ് വഴിമാറ്റണം എന്ന് പറഞ്ഞ് യൗക്തികരായിത്തീരുന്നത്. ഇത് രണ്ടും ചേരുന്നിടത്താണ് ജീവിതത്തിന്റെ ചലനാത്മകമായ സുസ്ഥിരത ഉണ്ടാവുക. പമ്പരം കറങ്ങുന്നതല്ല, പമ്പരം ചലിച്ചുകൊണ്ട് തന്നെ ഭൂമിയോട് അഭിമുഖമായി നിർത്തി അതിന്റെ മുന ഭൂമിയിൽ അമർത്തി അതിനെതിരെ തലയുയർത്തി നിൽക്കുന്നതാണ് പമ്പരം. പമ്പരത്തിന്റെ ചലനാത്മകത അല്ലെങ്കിൽ അതിന്റെ ഡൈനാമിസം സംഭവിക്കുന്നത് അവിടെയാണ്. ജീവിതത്തിനും അതുപോലെ ഒരു ഡൈനാമിസം ഉണ്ട്. അതിന് നമ്മുടെ ഗുരുത്വത്തിലേക്ക് നമ്മൾ പ്രാകൃതികമായ, ക്ഷണികമായ അല്ലെങ്കിൽ ക്ഷണബോധ്യത്തിൽ ഊന്നിയ കാലവും രേഖീയമായ കാലവും ഒരുമിച്ച് ചേരുന്ന ഇടത്താണ് ജീവിതം സമ്പൂർണമായ അവസ്ഥയിലായിരിക്കുക, സുസ്ഥിരമായ അവസ്ഥയിലായിരിക്കുക, ആനന്ദകരമായ ഒരവസ്ഥയിലായിരിക്കുക. അപ്പോ നിങ്ങളുടെ കുടുംബത്തില് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇണ വരാൻ കാത്തു നിൽക്കുന്ന സമയത്ത് എന്താ വരാത്തതെന്ന് പറഞ്ഞ് അവരെ ശപിക്കുന്നതിന് പകരം ആ കാത്തുനിൽപ്പിന്റെ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഈ ഒരു ബോധ്യമാണെങ്കിൽ എന്റെ ജീവിതത്തെ സമ്പൂർണമാക്കി തീർക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ജീവിതത്തെ സുന്ദരമായി ഉൾക്കൊള്ളാൻ കഴിയും. അതേസമയം നിങ്ങൾക്ക് ശപിക്കാനും ഇവളെന്താ ഇങ്ങനെ എന്ന് പറയാനും ഒരുങ്ങിയാൽ, തിരിച്ചും ചില കുടുംബങ്ങളിൽ അങ്ങനെ ഇയാളെന്താ ഇങ്ങനെ എന്ന് പറയാൻ ഒരുങ്ങിയാൽ അവിടെ കലഹങ്ങൾ ഉണ്ടാവും, സമാധാനം പോവും. സമാധാനം ഉണ്ടാവണമെങ്കിൽ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, മാത്രമല്ല ആ സുന്ദരാവസ്ഥയെ ആസ്വദിക്കുക, അതിനെ കൗതുകത്തോടു കൂടി കാണുക. പലപ്പോഴും കൗതുകത്തോടെ കാണുക എന്നുള്ളത് തമാശയായി കണ്ടാൽ മതി. അങ്ങനെ തമാശയായി കാണുന്ന സമയത്ത് ആ നിമിഷം രസകരമായി കടന്നു പോകും. അവിടെ നമ്മൾ സുസ്ഥിരതയുടെ പ്രകൃതി നിയമത്തെ അറിയുകയാണ്, അനുഭവിക്കുകയാണ്, അനുഭൂതിയിലേക്ക് ഉൾക്കൊള്ളുകയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രൈണകാലവും പൗരുഷകാലവും തമ്മിലുള്ള ബന്ധം ഇത്തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു സവിശേഷ ഭാവമാണ്. ഇതിന്റെ ആഴങ്ങളിലേക്ക് ഒളിമ്പസിന്റെ സ്റ്റുഡൻസിന് ഇതിന്റെ ആഴങ്ങളിലേക്ക് പോകാം. പെന്റാക്കുമായിട്ട് കണക്ട് ചെയ്തതിനെ വായിക്കാം. ഇതിന് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പിരിച്വൽ പ്രാക്ടീസുകളെല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറ്റ്യൂൺമെന്റുകൾ ഉണ്ടാവുന്നത്, ആക്ച്വലൈസേഷൻസ് ഉണ്ടാവുന്നത്, റിയലൈസേഷൻസ് ഉണ്ടാവുന്നതെല്ലാം തന്നെ ഈ ക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. ക്ഷണമില്ലാതെ രേഖീയമായി കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആത്മീയതയുടെ ട്രെയിനിങ്ങുകളൊക്കെ കാണാറുണ്ടല്ലോ. ആ ട്രെയിനിങ്ങുകളൊക്കെ അതൊരു യാത്രയാണ്, ഇങ്ങനെ നീണ്ട യാത്രയാണ്. യഥാർത്ഥത്തിൽ ആത്മീയ അവബോധം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ക്ഷണത്തിലാണ്. അത് അനുഭവിച്ചവന് മനസ്സിലാവും. അപ്പോ ഇത്തരം അനുഭവങ്ങളിലേക്ക് നിങ്ങൾക്കൊരു നല്ല തുറവി കിട്ടാനായിട്ട് സ്ത്രൈണകാലത്തെയും പൗരുഷകാലത്തെയും നിങ്ങളുടെ ശരീരത്തിലുള്ളത്, നിങ്ങളുടെ കുടുംബത്തിലുള്ളത്, നിങ്ങളുടെ സമൂഹത്തിലുള്ളത് നിരീക്ഷിക്കുക, അറിയുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ചോദ്യങ്ങൾക്ക് വഴി തുറന്നുകൊണ്ട് ഞാനിവിടെ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ഇതുവരെ ഇത് കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി.